ശാസ്താംകോട്ട കായൽ ശുദ്ധജല തടാകമാണ് അല്ലെ. കേരളത്തിലെ ഉയരത്തിലുള്ള ഒരു ശുദ്ധജല തടാകം കൂടിയാണ് പൂക്കോട് തടാകം എന്ന് പറയുന്നത്. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ഹായ് ആൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. LGS പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? അപ്പൊ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS പരീക്ഷ എഴുതിയിരുന്നോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലെ, എങ്ങനെയാണ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ ഇനി വരാൻ പോകുന്ന 2024 ആ ഒരു LGS പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് പ്രിലിംസ് ഇല്ലാതെ മെയിൻസ് മാത്രമുള്ള ഒരു പരീക്ഷയാണ്. അപ്പൊ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS പ്രിലിംസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് മെയിൻ പരീക്ഷ നടന്നത്. ഇനി വരാൻ പോകുന്ന LGS എന്ന് പറയുന്നത് 2024 നടക്കാൻ പോകുന്ന ആ ഒരു LGS എന്ന് പറയുന്നത് പ്രിലിംസ് ഇല്ല, മെയിൻ എക്സാം മാത്രമാണ്. അപ്പൊ നല്ലൊരു അവസരമാണ് നമ്മുടെ മുന്നിലുള്ളത് അല്ലെ. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം യൂണിവേഴ്സിറ്റി LGS കഴിഞ്ഞ് അതിന്റെ ഒരു കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും അല്ലെ. അപ്പോ അവിടെ കേരള ജോഗ്രഫിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, അതും എല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അല്ലെ. അപ്പോൾ കേരള ജോഗ്രഫി പഠിക്കുമ്പോൾ അവിടെ നദികളും കായലുകളും അതുപോലെ തന്നെ ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. അപ്പൊ ആ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ക്ലാസ് കാണുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ശരിയായത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കൂ. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. അപ്പൊ നദികള് നമുക്കറിയാം 44 നദികളാണ് കേരളത്തിലുള്ളത്. അതിൽ 3 എണ്ണം കിഴക്കോട്ടൊഴുകുന്നു, ബാക്കി 41 എണ്ണം പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്നു അല്ലെ. അപ്പൊ ആ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ ആണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. പക്ഷെ പെരിങ്ങൽകുത്ത് എന്ന് പറയുന്ന ജലവൈദ്യുത പദ്ധതി അതെവിടെയാണ്? ഷോളയാറ്, പെരിങ്ങൽകുത്ത് ഇങ്ങനെയുള്ളതൊക്കെ ഏത് നദിയിലാണ് ഉള്ളത്? പെരിയാറിലല്ല, അത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ചാലക്കുടി പുഴയിലാണ്, അല്ലാതെ പെരിയാറിലല്ല. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ് അല്ലെ. ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരിയാറാണ്. 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റും ശരിയാണ് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായതാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ എ അല്ലെ. 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. പക്ഷെ ജലവൈദ്യുത പദ്ധതികൾ ഏത് നദിയിലാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നദികള് വെറുതെ അതിന്റെ ഉത്ഭവസ്ഥാനവും അല്ലെങ്കിൽ അത് എവിടെ പതിക്കുന്നു അങ്ങനെയുള്ള വെറുതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. അതിൽ വരുന്ന ജലവൈദ്യുത പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയും പഠിക്കണം. മനസ്സിലായോ? ആ നദികളിൽ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെയും ആൻസർ അറിയാനായിട്ട് പറ്റും. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കറക്റ്റ് ചാലക്കുടി പുഴയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതാണ് അല്ലെ. കഴിഞ്ഞ LGSന് ചോദിച്ചതാണ്. യൂണിവേഴ്സിറ്റി LGSന്റെ ക്വസ്റ്റ്യൻസിൽ ഒരേ പാറ്റേണിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഒരേ പാറ്റേൺ എന്ന് പറയുമ്പോൾ 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയായത് ഏത്, ശരിയല്ലാത്തത് ഏത്, ശരിയായത് ഏത്, അതങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചോദിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ കായലുകള് 34 കായലുകളാണ് കേരളത്തിലുള്ളത് അല്ലെ. അതില് ശാസ്താംകോട്ട കായൽ ശുദ്ധജല തടാകമാണ് അല്ലെ. ആ ശുദ്ധജല തടാകം
സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ശരിയായ പ്രസ്താവനയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. ആണോ? അല്ല, വേമ്പനാട്ട് കായലാണ് അല്ലെ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അഷ്ടമുടി കായലല്ല ഏറ്റവും വലുത്, വേമ്പനാട്ട് കായലാണ്. ദെൻ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. വയനാട്ടിലുള്ളതാണ് പൂക്കോട് തടാകം. അത് ശുദ്ധജല തടാകം കൂടിയാണ് അല്ലെ. അത് ഏറ്റവും ഉയരത്തില്, കേരളത്തിലെ ഉയരത്തിലുള്ള ഒരു ശുദ്ധജല തടാകം കൂടിയാണ് പൂക്കോട് തടാകം എന്ന് പറയുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് തടാകം എവിടെയാണ്? വയനാട് ജില്ലയിലാണ് ഉള്ളത്. അതൊരു ശുദ്ധജല തടാകം കൂടി ആണ്. അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തവ ഏത് എന്നാണ്. അപ്പൊ ശരിയല്ലാത്തത് ഏതാണ്? രണ്ട് മാത്രം അല്ലെ. രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത്. 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. 2 മാത്രം തെറ്റാണ്. ക്ലിയർ? അപ്പൊ ഇതുപോലെയാണ് ക്വസ്റ്റ്യൻസ് വരിക. നദികൾ എന്ന് പറയുന്ന കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ തന്നെ നദികളിൽ നിന്ന് നല്ല പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു അല്ലെ. ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജോഗ്രഫി ടോപ്പിക്കിൽ നിന്ന്, കേരള ജോഗ്രഫിയിൽ നിന്ന് നദികൾ നല്ല പോലെ ചോദിച്ചിരുന്നു. അപ്പോ നദികൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. വീണ്ടും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. ചുരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം ആണോ? കൊല്ലവും തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരമാണോ? അല്ല. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം അല്ലെ. ആര്യങ്കാവ് ചുരമാണ് കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നത്. ആര്യങ്കാവ് ചുരമാണ്. ചുരങ്ങൾ പഠിക്കാനുള്ളതുമാണ് നമുക്ക്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് അല്ലെ. അത് ശരിയാണ്. നമ്മൾ വയനാട്ടിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് ജില്ലയിലാണ് ഈ ഒരു ചുരം ഉള്ളത്. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചുരം. അത് കോയമ്പത്തൂരുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് തമിഴ്നാട്ടിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു പാത എന്ന് പറയുന്നത് അതാണ്. അപ്പൊ കോയമ്പത്തൂരിനെ കണക്ട് ചെയ്യുന്നത്, പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്ന പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം എന്ന് പറയുന്നത്. അപ്പൊ ഇതും ശരിയാണ്, ഇതും ശരിയാണ് അല്ലെ. അപ്പൊ ഏതാണ് തെറ്റായിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായതാണ്. ഓക്കെ, അപ്പൊ ശരിയായതാണ് കണ്ടുപിടിക്കാൻ. 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 2ഉം 3ഉം ശരിയാണ്. ക്ലിയർ അല്ലേ? 2ഉം 3ഉം ശരിയായിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത്, കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. വീണ്ടും ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തതാണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യകൂടം. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. എന്താണ്? കേരളത്തിലെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ ആണ്. ശരിയായ പ്രസ്താവനയാണ് അല്ലെ. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുമ്പോൾ കേരളത്തിന് എത്ര വിസ്തീർണമുണ്ട്, തെക്ക് വടക്ക് നീളം എത്രയാണ്, അതിരുകൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നദികളുടെ എണ്ണം, കായലുകളുടെ എണ്ണം, അതില് ഓരോ ഭൂപ്രകൃതി അനുസരിച്ച് എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു, ജില്ലകള്, ആ ജില്ലകളുടെ പ്രത്യേകതകള്, ഇതൊക്കെ നമ്മൾ അടിസ്ഥാന വിവരങ്ങളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അവിടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 560 കിലോമീറ്റർ ആണ്. ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യകൂടാണോ? അല്ല. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ് അല്ലെ, ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ അഗസ്ത്യകൂടം അല്ല കേരളത്തിലെ ഏറ്റവും ഉയരം ഉള്ള സ്ഥലം. ഏതാണ്? ആനമുടിയാണ്. ആനമുടി. ദെൻ കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് അല്ലെ. കുട്ടനാടാണ് ഏറ്റവും താഴ്ന്ന പ്രദേശം. കേരളത്തിലെ ഏറ്റവും സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളക്കെട്ടൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നതല്ലേ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കുട്ടനാടാണ് എന്ത്? കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത്. അപ്പൊ അതും ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയല്ലാത്തത് കണ്ടെത്താനാണ്. ആനമുടി, അതായത്
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെ, ആനമുടി ഉത്തരം വരുന്ന. അപ്പൊ ഈ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കണ്ടോ? അപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേരള ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഏകദേശം ഒരേ പാറ്റേണിലാണ് 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ ഒരു 4 ഓപ്ഷൻസ് തരുമ്പോൾ 2 മാത്രം ശരി, അല്ലെങ്കിൽ 1, 3 ശരി, അങ്ങനെയുള്ള ആ ഒരു രീതിയിലാണ് നമുക്ക് ആൻസേഴ്സ് പോയിരുന്നത്. അതൊരു ട്രിക്കി പോലെയായിരുന്നു, കാരണം നമുക്ക് എല്ലാത്തിൻ്റെയും പാറ്റേൺ ഒരേപോലെ ആവുമെന്ന് ആ ഒരു സമയത്ത് നമുക്ക് തോന്നും അല്ലേ. പക്ഷെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു ശ്രദ്ധിച്ച് എഴുതുന്നതിലും കൂടി നമ്മൾ കാര്യമുണ്ട് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങാനായിട്ട് പറ്റും. കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ നദികൾ പഠിക്കണം, കായലുകൾ പഠിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിരുകളും ഭൂപ്രകൃതിയും ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അവിടുന്ന് ചെറിയ ചെറിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ഇപ്പൊ കണ്ടോ, 560 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് നീളം. അത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ പോപ്പുലേഷനെ കുറിച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ, സാക്ഷരതയെ കുറിച്ചിട്ടും ഒക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം LGS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് ഒപ്പം തന്നെ നമുക്ക് വരുന്ന മറ്റൊരു പരീക്ഷയാണ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്. ഇത് 10th ലെവൽ എക്സാം ആണ്. പക്ഷെ ഇതിനെന്താ പ്രത്യേകത? ഇതിന് നമുക്ക് പ്രിലിംസ് ഉണ്ട്. പ്രിലിംസ് അടുത്ത ഒക്ടോബറൊക്കെ ആയിട്ടാണ് പ്രിലിംസ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു LGS പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രിലിംസിനുള്ള പ്രിപ്പറേഷനും കൂടി നിങ്ങൾക്ക് നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ഏത് തന്നെ ആയാലും വളരെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന്റെ മെയിൻ എക്സാം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം LDCയുടെ ഒപ്പം നടന്ന ഒരു മെയിൻ എക്സാം ആയിരുന്നു. ഇപ്രാവശ്യം അത് 2 എക്സാം ആയിട്ട് തന്നെയാണ് നടത്തുന്നത്. LDCയും LGSും ഒറ്റ എക്സാമിലേക്ക് മാറി. പക്ഷെ ഓഫീസ് അറ്റൻഡന്റ് പോലെയുള്ള പരീക്ഷകളൊക്കെ 2 എക്സാം തന്നെയാണ്. പക്ഷെ ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ട് നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ ഉഷാറായിട്ട് നിങ്ങളുടെ ഒരു യോഗ്യത വെച്ച് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും ഇത്. അപ്പോൾ ഈ LGSനോടൊപ്പം തന്നെ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഉഷാറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം കൂടിയാണ്. മനസ്സിലായോ? ആ പ്രിലിംസിനുള്ള പഠിത്തം രണ്ടിനും ഒരുമിച്ചായാലും മെയിൻ എക്സാമിനുള്ള പ്രിപ്പറേഷൻ വേറെ തന്നെ വേണം. കാരണം LDCയുടെ പോലെയുള്ള മെയിൻ എക്സാമിന്റെ സിലബസ് ആണ് ഇവിടെ OAക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ LGSന്റെയും അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റിന്റെയും പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് പഠിച്ച് ഈ 2024 എല്ലാ അവസരങ്ങളും വളരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് വരിക നിങ്ങൾ. കാരണം നല്ല അവസരങ്ങളാണ് ഈ 2024 പിറന്നപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലേ. അതുകൊണ്ട് ആ ഒരു മടിയൊക്കെ കളഞ്ഞ് ഉഷാറായിട്ട് എല്ലാവരും പഠിക്കാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തത് ഏത്? ഇത് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇടത്തരം നദികൾ? നമുക്കറിയാം 44 നദികൾ ഉണ്ട് എന്നറിയാം അല്ലെ. അതില് നമ്മൾ എപ്പോഴും പറയാറുള്ളത് 3 നദി കിഴക്കോട്ട് ഒഴുകുന്നു, 41 നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇതാണ് നമ്മൾ എപ്പോഴും നദികളെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം കാണുന്ന സെന്റൻസുകൾ. പക്ഷെ ഇവിടെ നമ്മൾ കേൾക്കാത്തതാണ് ഇടത്തരം നദികൾ. അപ്പോ കേരളത്തില് നമുക്കറിയാം 11 നദികൾ എന്താണ് 100 കിലോമീറ്ററിലും കൂടുതലുള്ളതാണ്. കേരളത്തിൽ നദിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ ഒഴുകണം? 15 കിലോമീറ്ററിൽ കൂടുതൽ നീളം വേണം അല്ലെ. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിലെ നദിയായിട്ട് അത് കണക്കാക്കുന്നത്. അപ്പോ നമുക്കറിയാം മഞ്ചേശ്വരം പുഴയാണ് 16 കിലോമീറ്റർ ഉള്ള മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത്. ഏറ്റവും വലുത് പെരിയാറ് കൂടിയാണ്. അപ്പോ 11 നദികളാണ് 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ. അപ്പോൾ അതല്ലാതെ കുറച്ചുകൂടെ 100ന് താഴെയായിട്ട് നീളം വരുന്ന നദികളെയാണ് നമ്മൾ ഇടത്തരം നദികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്നതില് ഇതിപ്പോ ഇടത്തരം നദികൾ അറിയാത്തവർക്ക് പോലും ഇതിന് ഉത്തരം എഴുതാനായിട്ട് പറ്റും. കാരണം പമ്പ, ചാലിയാർ, പെരിയാർ ഇത് 3ഉം 100 കിലോമീറ്ററിൽ കൂടുതലുള്ള നദികളാണ് അല്ലെ. എന്നാൽ കല്ലടയാറ് മാത്രമാണ് 100 കിലോമീറ്ററിൽ താഴെയുള്ള ഒരു നദി. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കല്ലടയാറാണ് ഉത്തരം. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇടത്തരം നദികൾ എന്ന് പറയുമ്പോൾ ആ 11 നദികൾ, അതായത് 100 കിലോമീറ്ററിൽ താഴെ വരുന്ന നദികളെയാണ് ഇടത്തരം നദികൾ എന്ന് പറയുന്നത്. അടുത്തത്, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏത്?
ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത് എവിടെയാണ്? പെരിയാറിലാണ് അല്ലെ? പെരിയാറിലാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ളത്. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നദികളായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ഞാൻ വീണ്ടും വീണ്ടും നദി പറയുന്നത് തെറ്റാൻ സാധ്യതയുള്ളൊരു പോർഷൻ കൂടിയാണ് നദികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളിൽ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഭാഗം തന്നെയാണ് അത്. അപ്പോൾ പഠിക്കുക. അതുപോലെ തന്നെ പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവരുണ്ട് എങ്കിൽ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് LGSന്റെ. ജോയിൻ ചെയ്യുക. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്